ഇപ്പോൾ മാസം തികയാതൊരു കുട്ടി ജനിച്ചാലും അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. ആരോഗ്യത്തിനും ആയുസിനൊന്നും ഒരു പ്രശ്നമില്ലാതെ ആ കുട്ടിയെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ പറ്റും അല്ലേ. ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ നമ്മൾ ബൾബിൻ്റെ അടിയിൽ ആ ചൂടത്തൊക്കെ കിടത്തിയായിരുന്നു വളർത്തിക്കൊണ്ടുവന്നത്. എന്നാൽ അതിലും കുറേ വർഷങ്ങൾക്ക് മുന്നേ, അതായത് ഒരു 50 കാലഘട്ടത്തിലൊക്കെ എങ്ങനെയായിരുന്നിട്ടുണ്ടാവും ഇത്തരത്തിൽ മാസം തികയാത്ത കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ വളർത്തിയത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ളൊരു കുഞ്ഞനുഭവമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ അനുഭവം പങ്കുവയ്ക്കുന്നത് വേറെ ആരുമല്ല, എൻ്റെ അച്ഛമ്മയാണ്. അച്ഛമ്മയുടെ പേര് കല്യാണിക്കുട്ടി അമ്മ എന്നാണ്. അപ്പോൾ അതിലൊരു കുഞ്ഞു ഭാവയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് എൻ്റെ വലിയച്ഛനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാൻ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യും. 1950 കാലഘട്ടം. അന്ന് അച്ഛമ്മയ്ക്ക് വെറും 17 വയസ്സ്. അന്ന് സംഭവിച്ച ഒരു മാസം തികയാത്ത പ്രസവത്തെക്കുറിച്ചാണ് കേട്ടോ അച്ഛമ്മ ഈ ഓർത്തെടുത്ത് പറയുന്നത്. അച്ഛമ്മയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ആ ഡോക്ടർ അവിടെയും ഇവിടെയും പിടിച്ച് ഞെക്കി. വീട്ടിലെത്തിയതും സുഖം ഉണ്ടായിരുന്നില്ല. അവര് പിടിക്കും നീക്കുകയൊക്കെ ചെയ്ത് നോക്കുമ്പോൾ പിന്നെ ഇളകി. അങ്ങോട്ട് പോകുമ്പോൾ പ്രസവവേദനയൊന്നും ഉണ്ടാകുന്നില്ല. അവിടെ ചെന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ പ്രസവവേദന തുടങ്ങി. വൈകുന്നേരം തുടങ്ങി. പിറ്റേ ദിവസം രാവിലെ 7-7:30 മണിയായപ്പോഴേക്ക് പ്രസവിച്ചു. ഡോക്ടർ അടുത്ത് നിന്ന് പോയിട്ടില്ല, വീട്ടിൽ നിന്ന് തന്നെ. അവിടെ അടക്കം ഇങ്ങനെ തൊട്ടാലിങ്ങനെ പതിയുക, ഒരു കുഴി ഇതാവുക, ഇങ്ങനെ നിലവിളിക്കൊന്നുമില്ല. അങ്ങനെ 3 ദിവസം കഴിഞ്ഞ് ഇടയ്ക്ക് ഒന്നിങ്ങനെ നിലവിളിക്കും, ഒരു ഒച്ചയില്ലാണ്ട്. അങ്ങനെ ഒരു വൈദ്യരുണ്ട് അവിടെ അടുത്ത്, അയാളെ മരുന്ന് കൊടുക്കും, അയാളെ ചികിത്സയാണ്. അയാൾ വെള്ളം മുക്കിയിട്ട് തുടയ്ക്കാൻ പറയും, കുളിപ്പിക്കേണ്ട പറയും. ഒരു മരുന്നിട്ട് തിളപ്പിച്ച വെള്ളം അതിൽ തുണി മുക്കിയിട്ട് തുടയ്ക്കുക. അങ്ങനെ 56 ദിവസം കഴിഞ്ഞിട്ടാണ് കുറേശ്ശെ മുല പിടിക്കൽ തുടങ്ങിയത്. അതുവരെ ഒരു തുള്ളി പാല് വായയിൽ ഇങ്ങനെ തിരി നനച്ചിട്ട് ഇങ്ങനെ പിഴിഞ്ഞ് കൊടുക്കും. സ്പൂൺ കൊണ്ട് കോരി കൊടുക്കാൻ പറ്റില്ല. തിരി നനയ്ക്കുക, നല്ല തുണീൻ്റെ തിരി നനച്ചിട്ട് അതുകൊണ്ട് അതിങ്ങനെ പിഴിഞ്ഞ് കൊടുക്കുക. അപ്പം ഇങ്ങനെ ഇടയ്ക്ക് ഇറക്കും, ഇടയ്ക്ക് ഇങ്ങനെ ഒഴുകി പോകും. അങ്ങനെ 56 ദിവസം കഴിഞ്ഞിട്ടാണ് മുല പിടിക്കൽ തുടങ്ങിയത്. 56 കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇടയ്ക്ക് ഒന്നരാടം കൂടുമ്പോൾ ഒന്ന് കുളിപ്പിക്കും. അങ്ങനെ 90 കഴിഞ്ഞിട്ട് അതിന് ശേഷമാണ് ഒരു കുട്ടിമാതിരി ആയത്. കരണ്ടും വെളിച്ചൊക്കെ വന്നു തുടങ്ങിയ സമയം. ആ സമയത്ത് പുറം രാജ്യത്ത് എവിടെയോ പോയ അച്ഛമ്മയുടെ ഒറ്റ ചെങ്ങാതിയാണ് കേട്ടോ അച്ഛമ്മയ്ക്കൊരു മസ്ലിൻ തുണി സമ്മാനിച്ചത്. അതിൽ കുട്ടിയെ അങ്ങോട്ട് മൂടി പൊതച്ച് കിടത്തും. തുണിയുണ്ട്, ചൂടുള്ള തുണിയുണ്ട്. പിന്നെ അതുകൊണ്ട് നല്ലോണം പൊതിയ ആകെ കണ്ണ് മാത്രം ബാക്കിയാവും, കണ്ണും മൂക്കും ബാക്കിയൊക്കെ പൊതിഞ്ഞിട്ട് അങ്ങനെ തന്നെ കിടത്തും. കട്ടിട്ട് അറിയണ കട്ടിലും അതിൻ്റെ മുകളിൽ കിടക്കുക. ഞാൻ 16ാമത്തെ വയസ്സിൽ ആദ്യം പ്രസവിച്ചു. ആ കുട്ടിക്ക് കിടന്നും ഉണ്ടാകുന്നില്ലല്ലോ. അത് 13 ദിവസമേ കിടന്നുള്ളൂ, മരിച്ചു. 17ാമത്തെ വയസ്സിൽ ഉണ്ണീനെ പ്രസവിച്ചത്. ഈ പറഞ്ഞ ഉണ്ണിയാണ് കേട്ടോ എൻ്റെ വല്യച്ഛൻ. എന്തായാലും ഈ അനുഭവ കഥകളൊക്കെ എല്ലാവരും കേട്ടില്ല. ആ ഒരു സമയത്ത് എത്ര ബുദ്ധിമുട്ടായിരുന്നു അല്ലേ, അവരെന്തൊക്കെ ത്യാഗം സഹിച്ചിട്ടാ. മാത്രമല്ല അവരുടെ ആ സമയത്തുള്ള അറിവുകളും ഒരുപാടാണ്. ഈ പറഞ്ഞ പോലെ കറണ്ടില്ല, മറ്റ് ടെക്നോളജികളൊന്നുമില്ല. തട്ടിട്ട റൂമും അതുപോലെ ചൂടുള്ള തുണിയും ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കുകയാണ് അവർ ചെയ്യണത്. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണല്ലേ. കാരണം ആശുപത്രികളിലും എല്ലാം തന്നെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. എത്ര നേരത്തെ ഒരു കുട്ടി ജനിച്ചാലും ആ കുട്ടിയുടെ ആരോഗ്യത്തിനോ ആയുസ്സിനോ ഒന്നും ഒരു പ്രശ്നമില്ലാതെ നമുക്ക് ആ കുട്ടിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കരുത്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, ഞാൻ ഈ ചാനലിൻ്റെ പേരൊന്ന് മാറ്റിയിട്ടുണ്ട്, Nless Vlogz ആക്കിയിട്ടുണ്ട്. അത് വേറെ ഒന്നുകൊണ്ടും അല്ല, കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. ബൈ.